ഹേ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് സ്ലെൻഡറിന് ദ സെല്ലാർ 2 ആണ്. അപ്പൊ നമ്മൾ ഇതുവരെയായിട്ട് സ്ലെൻഡറിനയുടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല. ഇത് നമ്മളെ ഗ്രാനൈഡ് ഡെവലപ്പേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം. ഓ, ഏതാറാ പ്ലേ കൊടുക്കുമ്പോഴുള്ള മ്യൂസിക് ഒക്കെ ഒരു മാതിരി. നമുക്ക് ഡിഫിക്കൽറ്റി ഈസിയിൽ തന്നെ ഇടാം ഗൈസ്. എനിക്ക് വയ്യ ഹാർഡിലൊന്നിട്ട് കളിക്കാം. ഗ്രാൻഡ് തന്നെ ഞാൻ ഈസിയിലിട്ടിട്ട് കളിക്കാറ്. പിന്നല്ലേ ഇത്. ഓ എൻ്റെ ഉമ്മേ, ടോർച്ചൊക്കെ നമുക്ക് ഓണാക്കാൻ ഓഫ് ആക്കാനും പറ്റിയ സെറ്റപ്പാണ്. ഇതെന്താ ചെയ്യണ്ട? എന്താ അല്ലല്ലോ, എന്തൊക്കെ ഓണായിട്ടുണ്ടോ? ഓപ്പൺ ആയാലേ ഫസ്റ്റ് എവിടേക്ക് പോവാ നമുക്ക്? നമുക്ക് എന്തായാലും ഈ റൂം തുറന്നു നോക്കാം. എടാ, ഓട്ടോമാറ്റിക് തന്നെ ഡോർ തുറന്നു തരൂടാ. ആറാ തുറക്കലടാ. അല്ലല്ലേ, നമ്മൾ ഞെക്കണട്ടാ. ഞാൻ വിചാരിച്ച ഓട്ടോമാറ്റിക് തുറന്നു തന്നാന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിനുള്ളൊന്നും ഇല്ല. നല്ല പേടിയാവുണ്ട് സത്യം പറഞ്ഞ. ഗ്രാണിനാട്ടും പേടി വരുന്നുണ്ട് സംഭവം. ഇതൊരുമാതിരി ഫസ്റ്റ് ടൈം തന്നെ. എടാ എന്താ എന്തൊക്കെടാവോ? എടാ ഇതൊരുമാതിരി. എടാ ഈ മ്യൂസിക് ഒക്കെ നോക്കടാ. ഒന്നാമത് ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ട് കളിക്കുന്നത് കൊണ്ട് ഡോറീസ് ലോക്കടാ. ആരാ 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 അവിടെ ഈ സ്ലെൻഡറിനെ കൊണ്ട് തോറ്റ് ഇമ്മാതിരി സാധന തൂക്ക് കേസ്. നിങ്ങൾക്ക് ചിലപ്പോ ഗെയിമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുണ്ടാവൂല, പക്ഷെ ഒടുക്കത്തെ മ്യൂസിക് കണ്ട കേട്ട അപ്പ കിളി പാറും. അമ്മാതിരി സാധനമാണ്. ഫസ്റ്റ് ബുക്ക് കിട്ടി, ഫസ്റ്റ് ബുക്ക് കിട്ടി. നിങ്ങൾക്ക് അറിയായിരിക്കും, ബുക്ക് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാൻ പറ്റുക. ചെറുതായിട്ട് ടച്ചിനൊക്കെ എന്തോ ഇഷ്യൂ ഉണ്ട്, നിങ്ങളെ ക്ഷമിക്കാം. നമ്മളെ ഫോൺ ഇത്തിരി സീനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ആരും പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ കളിക്കുന്നതാണ്. ഗ്രാനയുടെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇത് കളിക്കാണ്ട് പോകുമ്പോൾ മോശമല്ലേ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കളിക്കുന്നത്. ഓക്കെ, ഭാഗത്തൊന്നും ഇല്ലടാ. ഇതുവരെയായിട്ട് ഒരു ബുക്കാട്ടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങളത് നോക്കണം. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവോ? മയ്യത്തി, എന്താപ്പോ ഇത്? ഇങ്ങനെ കിടന്ന് പേടിപ്പിക്കാൻ പറ്റുമോ ഒരു മനുഷ്യനൊക്കെ? ഒരു പേടിപ്പിക്കണേന് അതിരൊക്കെ ഉണ്ടേ. എന്താണ് സ്ലെൻഡറിന് കാണിക്കുന്നത്? അല്ലാ, അത് മിക്കവാറും പടാന്ന് തോന്നണ്. എന്തായാലും നമുക്ക് നോക്കിയേക്കാം, കളിച്ചേക്കാം. നമുക്ക് നോക്കിയേക്കാം. ഇത് ഏത് വഴി പോലും മനസ്സിലാവുന്നില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ഇത് വന്ന വഴി ഏതാ, പോണ വഴി ഏതാന്നൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് മെയിൻ ടാസ്ക്. ഇതെന്താ എഞ്ഞൊക്കെ വരുന്ന്? അയ്യോ, ഇത് മറ്റേ സാധനല്ലേ? അത് മറ്റേ സാധനം. എടാ ഇത് സീനാക്കുവോ? ഇത് എവിടേക്ക് ഓടുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടാ. പോയി തോന്നുന്നു. എഴഞ്ഞു വരുന്ന സാധനം പോയി. അത് സ്ലെൻഡറിനയുടെ മോനല്ലേ? എന്താ അതിന്റെ പേര്? എന്താണെന്ന് അറിയില്ല. നമ്മളെ ഗ്രാനി 2-ല് കുട്ടിമോൻ അങ്ങനെ എന്തോ വിളിച്ചായിരുന്നു. കുട്ടിമോനെന്നല്ല സാധനം, ഒരുമാതിരി പശക്ക് കുടിച്ച സാധനമാണ്. പമ്പേഴ്സ് ഇട്ട് നടന്നോളും. ഇത് ഇവിടെ ഉണ്ടല്ലേ ഏറ്റവും? എന്താണിത്? ഇത് ഏതാണ്? നമ്മളെ ഏത് വഴിയാടാ വന്നേ? മാങ്ങാണ്ടി ഏത് വഴിയാ വന്നെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും തുറന്ന ഡോർ ലോക്കടാ. ഡോർ ലോക്കാണ് വീശി. നമുക്ക് എന്തായാലും ഈ വഴിയൊക്കെ പോയേക്കാം. മൊത്തം നടന്നു. എടാ, പണ്ടാറം പിടിച്ച സാധനം ഇവിടെ. കുട്ടി ചെയ്താ. എടാ പോടാ. യാ, ഈ സാമാനം ഇതിനുള്ളിൽ കയറി വരുമോ? ടോർച്ച് ഓഫാക്കാം. വേണ്ട, ഓഫാക്കി ഇതിനും വലിയ പണി കിട്ടും. ഈ ഒരുമാതിരി സാധനം. എടാ, അത് വരണല്ലടാ ഷൂ. ഇതൊരുമാതിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അതാണ് സഹിക്കാൻ വയ്യാത്തത്. എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത്? ആരാ? അതാ വരുന്നുണ്ട്. പെട്ട് അങ്ങനെ പെട്ടില്ല. നമ്മളോട്. എടാ വഴിയില്ലേ? വഴിയുണ്ട്. എടാ, അത് ഏത് വഴിയൊക്കെ പോവാ? ഞാൻ നേരൊക്കെ പോവാണ്, ഒന്നും നോക്കുന്നില്ല, നേരെ പോവാണ്. അല്ല, ഇനിയിപ്പോ ഇവിടുന്ന് എടുക്ക. ഈ വഴി പിടിക്ക. എടാ, എന്താ സൗണ്ടൊക്കെ വരുന്നേ? എടാ, പെട്ട് സ്ലെൻഡറിനാ കളിക്കല്ലേ. ഒരുമാതിരി പരിപാടി കാണിക്കല്ലേ നിങ്ങള്. എന്താണ് പേടിപ്പിച്ചില്ലാണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോ സാമാനങ്ങള്. സത്യമായിട്ട് നല്ല ജംസ്കെയറാട്ടോ അതില്. ഒരുമാതിരി പരിപാടി. രണ്ടാമത്തെ ബുക്ക് കിട്ടി. യാ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ ബുക്ക് കിട്ടി. ഡോർ ലോക്കാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടാണാവോ? എടാ, ഇനിയിപ്പോ ആരടാ വാതിലടക്കല്ല, കളിക്കല്ലടാ. ഒരുമാതിരി വാതിലൊക്കെ ഓട്ടോമാറ്റിക് അടയണാണ് സംഭവം. വാതിൽ നമ്മളെ അടുത്തേക്ക് പോകുമ്പോ
ഇത് എന്ത് പരിപാടിയൊക്കെ സ്ലെൻഡറിനെ കാണിക്കുന്നു പേടിച്ചില്ലാണ്ടാക്കാൻ വേണ്ടിട്ട്. എടാ മൂന്ന് ബുക്ക് ഇട്ടിട്ടുണ്ട്. അല്ലോയ് എന്താ ഇവിടൊക്കെ എന്താ ആരെങ്കിലും ഉണ്ടാണോ എന്തോ? ഈ സ്ഥലമൊക്കെ ഏത് എന്ത് സ്ഥലം ഇമാതിരി സാധനങ്ങളാ. ഇനി നമുക്ക് 4 ബുക്കും കൂടി വേണം ഗൈസ്. കൊറേ ഡോറൊക്കെ ലോക്കാണ്, എന്നാലും നമ്മൾ തുറക്കണ ഡോറൊക്കെ തുറന്ന് അങ്ങോട്ട് എടുക്കന്നെ ബുക്ക്. നമുക്ക് കീയും കളക്ട് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ കൂടി ഉണ്ട്. കീയും കളക്ട് ആക്കണം. പക്ഷെ കീയൊക്കെ കളക്ട് ആക്കുമ്പോഴത്തേന് എൻ്റെ കിളി പോകുന്ന തോന്നുന്നു. അമ്മാതിരി സാധന. വേണ്ട, ഇപ്പം ഇങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇങ്ങോട്ടേക്ക് പോയേക്കാം. നമുക്ക് ആദ്യം നേരെ പോയേക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും സാധനങ്ങളൊക്കെ മുന്നിക്ക് ചാടുന്ന പേടി. അല്ലതെന്താ പറന്നൊക്കെ പോന്ന് എന്തടാ പ്ലെയിനാ? ഒരു തഴഞ്ഞു വരുന്ന് പറന്ന് വരുന്ന്. ഇനിയിപ്പോൾ അടുത്ത ചാടി വരുമോ? നോ ഐഡിയ കേട്ടോ. ഇനി ചാടിയും വരും. ഇവിടെ ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിട്ടി ഗൈസ്, 5ാമത്തെ ബുക്ക് കിട്ടി. ഗൈസ് 5ാമത്തെ ബുക്ക് കിട്ടി. പക്ഷെ സ്ലെൻഡറിനെ പാവാണ് ഗൈസ്. സ്ലെൻഡറിനെ നമ്മളൊന്നും ചെയ്യില്ല, ഇടയ്ക്ക് വന്ന് ഉമ്മെത്തിയിട്ടാണ് പോവും. ഓക്കെ, നേരെ പോവാ. ഇനി ഇവിടുന്ന് എവിടേക്ക് പോകണോ? റൈറ്റേക്ക് പോകണോ? റൈറ്റേക്ക് തന്നെ പോകാനുള്ള വഴിയുള്ളൂ. എന്തായാലും 2 കൽപ്പിച്ച് പോവേ. ഈ വഴിയിൽ നിന്ന് നേരെ പോയേക്കാം. നമ്മളെ ഇതേപോലത്തെ ഒരു സംഭവം അപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കിട്ടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മാതിരി റിസ്ക് ഗെയിമൊക്കെ കളിക്കുന്നത്. ഇതേതാ വഴി? അല്ല എന്താ ഉണ്ടായി? സ്ലെൻഡറിനാണ് ഗൈസ്. പേടിക്കണ്ട. നിങ്ങളും പേടിച്ചില്ലല്ലോ, ഞാനും പേടിച്ചില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. കീ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, കീ എങ്കിൽ കീ പിടിച്ച് നടക്കാം. അവിടെ കീ യൂസ് ചെയ്യടാ. ശരി, ഇതിനുള്ളിൽ എന്തെങ്കിലും വെറുതെ ഒരു കീ അങ്ങോട്ട് പോയി കിട്ടിയപ്പോൾ സമാധാനമായില്ലേ? ഇവിടെ ഇതിനുള്ളിൽ ഒന്നും ഇല്ലടാ, കീ വെറുതെ പോയി. സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. പറഞ്ഞില്ലേ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സും കൂടി മതി 80K 80K ക്രോസ് ചെയ്യാൻ. ഇവിടെ തുറക്കണത് എന്തപ്പോ ഇത് കളിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിച്ചേക്ക്. നമ്മൾ ഈ വഴിയില്ലേ വന്ന്. ഇവിടെ ഏത് വഴിക്കടത്? ഇതിപ്പോ അങ്ങനെ പോയി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോയി അങ്ങനെ വരുന്നു. ബുക്കൊക്കെ ഇനി ഏത് വായ പോയി ഞാൻ കണ്ടുപിടിക്കും? നിങ്ങൾ പറ ഗൈസ്, ഞാൻ ഏത് വഴി പോയി കണ്ടുപിടിക്കും ബുക്കൊക്കെ? ഇത് മിക്കവാറും കഴിച്ചിലാവും. അവിടെ കീ കിട്ടി. ഈ കീ ഞാനിവിടെ എവിടെ ഒരു ഡോർ കണ്ടില്ലേ, കീ യൂസ് ആക്കണ ഡോറ്. അവിടെ യൂസ് ആക്കി വെക്കാം. ഏത് ഡോറാ? ഇവിടെ തുറക്കാണ്ടിരിക്കണ ഡോർ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാ വാതിലിൻ്റെ ഇതിൻ്റെ മുക്കിലുണ്ടാവൂല ഈ സാധനവും. ഇതെന്താ വെറുതെ കീ പോയടാ. 5 ഇതുവരെയായിട്ട് കിട്ടിയിട്ടുള്ളോ മാങ്ങാണ്ടി. ഇനിയിപ്പോൾ എവിടെ പോയിട്ട് 4 ബുക്ക് കണ്ടുപിടിക്കും? ഇവിടെ ഇടക്കിടക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുമാതിരി മ്യൂസിക് വരുന്നു. അതാണ് ദേഷ്യം പിടിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ വന്ന് നോക്കി. ഇവിടെ ബുക്ക് കിട്ടി, 6ാമത്തെ. ഇവിടെ ഇനി ഒരു 2 ബുക്കും കൂടി മതി. ഇതിപ്പോ അലാക്കിന്റെ ഉലുങ്ങഞ്ഞ് പിടിച്ച മാതിരി ഏത് വഴിയാ പോയണമെന്നും വരണമെന്നും അറിയണില്ല. എടാ 2 ബുക്ക് മതിയടാ. ഈ 2 ബുക്കിന് വേണ്ടി ഞാൻ എവിടൊക്കെ പോയി തപ്പണോ? ഇവിടെ കയറിയേക്കാം. ഇതിനുള്ളിൽ ഉണ്ടായാൽ മതിയെന്നേ. അല്ല, ഒരു ബുക്കെങ്കിലും ഇതാ. ഒരു ബുക്കൂല. തേങ്ങ. കീ കിട്ടി. കീ കിട്ടി. കീ യൂസ് ചെയ്ത്. അവിടെ കീ കിട്ടുമ്പോ പോണ വഴി അറിയണില്ല. ഇവിടെ വെറുതെ കീ യൂസ് ചെയ്ത്. എന്താ ചെയ്യതിനൊക്കെ? ഇനിയിപ്പോ 2 ബുക്ക് ഏത് വായ പോയി തപ്പാനാ? കീ കിട്ടണതൊക്കെ അപ്പൊ തന്നെ പോവേ. ഇതെന്താണ്? ഇത് നടക്കൂല കേട്ടോ, ഇത് നടക്കൂല. ഇവിടൊക്കെ ഞാൻ വന്ന് നോക്കിയാടാ. ഇവിടെ ഞാൻ എവിടെ പോയി തപ്പും? നിങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ നമ്മളെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 200 ലൈക്സ് ആണ്. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ലൈക്ക് അടിക്കും. നിങ്ങളെ കൊണ്ട് പറ്റും. 2 ബുക്ക് മതി. അതിനാണ് ഇങ്ങനെ കിടന്ന് എരപ്പിണ്. ഇതിപ്പോ എവിടെ പോയി തപ്പാനയാ? ഈ 2 ബുക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പമില്ലാത്ത ബുക്കുകളാ. എന്ത് ബുക്കാടാ 2 ബുക്ക്? ഹൈപ്പർ ബുക്കാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ചങ്ങായിക്ക് ഇപ്പൊ എന്തിനാ ഈ ബുക്ക്? ഈ സ്ലെൻഡറിനിയുടെ വായ വന്നെടുത്ത ബുക്ക് വായിക്കാൻ പറ്റുള്ള ചങ്ങായിക്ക്? ഈ വല്ലാത്ത ചങ്ങായിട്ടാ. ഈ ചങ്ങായിനൊന്ന് കണ്ട് നിങ്ങൾ പഠിക്കാക്കണ്ടട്ടാ. വെറുതെ കഴിച്ചലാവാൻ വേണ്ടിട്ട് ദാ വരുന്ന സാധനം. ഈ സാധനത്തിന് വേറെ പണിയൊന്നുമില്ലടാ. വെറുതെ എങ്ങനെ കിടന്ന് എന്തൊരു മലക്കൊക്കെ ഇത്. അതിലൊക്കെ ഓട്ടോമാറ്റിക് കിടന്ന് അടയണത് എന്താണിത്? ഗൈസ്, ഞാൻ എന്തായാലും 2 ബുക്ക് കണ്ടുപിടിച്ചിട്ട് വരാം. അല്ലാണ്ട് ഇപ്പൊ നടക്കൂന്ന് തോന്നണില്ല. എവിടെയൊക്കെയാണ് ആ ബുക്ക് ഉള്ളത്? ഗൈസ്, നമ്മുടെ 7ാമത്തെ ബുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്.
സ്ലെൻഡറിനെ അതിന്റെ ഇടക്കലൊക്കെ വന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. യന്ത്ര പോടാ. ലാസ്റ്റ് ബുക്ക്, ഫൈനൽ ബുക്കും കൂടി കിട്ടി നമുക്ക് ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആവടാ. ഫൈനൽ ലാസ്റ്റ് ബുക്ക്, 8ാമത്തെ ബുക്കും കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവും. ഒരു ബുക്കും കൂടിയിട്ട് നമുക്ക് ഇനി എസ്കേപ്പ് ആവും. ഞാൻ ഇനി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. എടോ ഒരു ബുക്ക് ഇനിയിപ്പോ എവിടുന്ന് കിട്ടൂടെ? നമുക്ക് എന്തായാലും ഇവിടെ തപ്പിയേക്കാം. ആരും വരുന്നൊന്നുമില്ലല്ലോ. നമുക്ക് എന്തായാലും ഈ ഡോർ തുറന്നു നോക്കാം. ഇതെന്താ തുറന്നു എടുക്കുന്നത്? എന്തായാലും നോക്കിയേക്കാം. എടാ നമുക്ക് ലാസ്റ്റ് ബുക്ക് കിട്ടി, 8ാമത്തെ ബുക്ക് കിട്ടി. നമ്മളോട് ഈ ഫൈൻഡ് ദ എക്സിറ്റ്. എക്സിറ്റ് ഡോർ എവിടെ? പേടിക്കണ്ട, നമ്മളെ കയ്യിൽ മാപ്പ് ഉണ്ട്. നമുക്ക് മാപ്പ് നോക്കിയിട്ട് എക്സിറ്റ് ഡോറിലേക്ക് പോവാ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് തിരിഞ്ഞ് നേരെ വിട്ടാൽ മതിയില്ലേ? അത്രേ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ്, ഇവിടുന്ന് നേരെ വിട്ടാൽ മതി കേസ്. നമുക്ക് എക്സിറ്റ് ഡോർ കിട്ടും. ഫൈനലി കേസ് നമ്മൾ സ്ലെൻഡറിനയുടെ ഗെയിം കൂടെ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അതൊക്കെ അത്ര ഉള്ളു കേസ്. സ്ലെൻഡറിനൊന്നും നമുക്ക് വിഷയമുള്ള കേസല്ല. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പേടിപ്പിക്കണ്ടല്ലോ. ലാസ്റ്റ് ടൈം ഒന്നും നമുക്ക് വലിയ വിഷയമുള്ള കേസല്ല. നമ്മളങ്ങനെ സ്ലെൻഡറിനോട് വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് കേസ്. ബുക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. നീ ചങ്ങായി ബുക്ക് തിന്നെ പിടിക്കുക എന്താ വെച്ചാൽ കാട്ടട്ടെ. നമ്മളങ്ങനെ ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതെന്താ? ചങ്ങായി സ്റ്റെപ്പ് കയറി പോവാണ്. അതറോ ഡോറടഞ്ഞ് കഴിച്ചിലായിട്ടുണ്ട്. ചങ്ങായിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത് എന്റെ സ്ലെൻഡറിനെ നമ്മളെ വീണ്ടും അവിടെ പൂട്ടി. തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇതുള്ള നമ്മളെന്ത് കൂടി ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളങ്ങനെ സ്ലെൻഡറിനെ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി സ്ലെൻഡറിനെ വേറെ ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾ പറയട്ടെ കമന്റിൽ. നമ്മളെന്തായാലും അത് കളിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് അടിച്ചു. എന്നാലും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.